നിങ്ങൾ തന്ന സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. എന്റെ മക്കളുടെ കൂടെ ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. ഇനി ഒരു സർജറി കഴിഞ്ഞു, ഇനി ഒരു സർജറി കൂടിയുണ്ട്. ആ സർജറിക്ക് നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇനി എന്റെ അച്ഛൻ്റെ അടുത്തോ അമ്മൻ്റെ അടുത്തോ 5 പൈസ ഇല്ല. ഇനി ബാഗ് ഉള്ളിലേക്ക് ഇടുന്ന സർജറി ഉണ്ട്, പിന്നെ ആമാശയത്തിൽ മുഴയുണ്ടോ? ഒരു നീർക്കെട്ടുണ്ട് പറഞ്ഞു ഡോക്ടർ. സ്കാൻ ചെയ്ത് അവർക്ക് സംശയം തോന്നിയിട്ടാണ്. ബാക്കി ഞാൻ പറയാം കേട്ടോ, ബാക്കി ഞാൻ സംസാരിക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നപ്പറമ്പിലാണ്. അനുജിത്തിന്റെ കുടല് കൊണ്ട് ദീപിക മോൾ ഇപ്പോ ജീവനോടെ നമ്മുടെ മുന്നിലുണ്ട്. ഇനി ജീവൻ നിലനിർത്താനാണ് നിങ്ങളുടെയൊക്കെ സഹായം വേണ്ടത്. ദീപിക മോളെ 1 വർഷം മുൻപ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ശരീരത്തിന്റെ കുടൽ മാറ്റ ശസ്ത്രക്രിയയായിരുന്നു ദീപിക മോൾക്ക് വേണ്ടത്. അനുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചപ്പോ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങള് 7ഓളം ജീവിതങ്ങൾക്ക് ജീവൻ നൽകിയപ്പോ അതിൽ ഒരാളാണ് എന്റെ മുന്നിൽ കിടക്കുന്ന ഈ ദീപിക മോള്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഹെലികോപ്റ്ററിൽ ശരീരാവയവവുമായിട്ട് 5 മാസങ്ങൾക്ക് മുൻപ് ഈ കൊച്ചി നഗരത്തിലേക്ക് ഒരു ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോ അതിനകത്ത് അനുജിത്തിന്റെ കുടലുമായിട്ട് വന്നത് ദീപിക മോൾക്ക് നൽകാനാണ്. ലോകത്ത് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതും വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രം നടത്തിയ ഒരു ശസ്ത്രക്രിയയാണ് കുടൽ മാറ്റ ശസ്ത്രക്രിയ. ഞാൻ ഡോക്ടറുമായിട്ട് അന്ന് സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ഇതിനൊരിക്കലും ഉറപ്പ് തരാൻ കഴിയില്ല, കാരണം കുടൽ മാറ്റുമ്പോൾ ഇൻഫെക്ഷൻ വന്ന ആളുകൾ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. എന്നിട്ടും നമ്മൾ ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്തു. 50 ലക്ഷം രൂപയോളം നമ്മൾ അത് കളക്ട് ചെയ്തു. ഇവരുടെ കുടൽ മാറ്റ ശസ്ത്രക്രിയ നടത്തി 57 ലക്ഷം രൂപ ചെലവഴിച്ചു. അള്ളാഹുവിന്റെ ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം ആ കുടൽ മാറ്റ ശസ്ത്രക്രിയക്ക് ശേഷം 5 മാസമായിട്ടും ദീപിക മോള് ഇന്ന് ജീവനോടെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ 57 ലക്ഷം ചെലവാക്കിയിട്ടും ഇനിയും 1-2 സർജറി കൂടി ബാക്കിയുണ്ട്. പക്ഷേ അതിന് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. സാധാരണക്കാരായ അച്ഛനും അമ്മയും തുടർ ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഈ അമൃത ആശുപത്രിയുടെ മുന്നിൽ ഇവിടെ ഒരു ഫ്ളാറ്റ് എടുത്ത് ദീപിക മോളുടെ ചികിത്സയുമായിട്ട് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി മനസ്സ് വെച്ചാൽ ദീപിക മോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഈ കുടലൊക്കെ എടുത്ത് മാറ്റിയിട്ട് 9 മാസം വയറിനകത്ത് കുടലില്ലാതെ ന്യൂട്രീഷൻ ഫുഡ് ശരീരത്തിലൂടെ അതിങ്ങനെ ഗ്ലൂക്കോസ് പോലെ കയറ്റിയാണ് 9 മാസം ജീവിച്ചത്. ഒരു കുടലിന് വേണ്ടി കാത്തിരുന്ന് ഒരാളുടെ കുടല് കിട്ടി. പക്ഷേ അത് സർജറി കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ആ കുടല് കംപ്ലൈന്റ് വന്നു. ആ കുടലെടുത്ത് മാറ്റി. അങ്ങനെയാണ് അനുജിത്ത് എന്ന് പറയുന്ന ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരു ചെറുപ്പക്കാരന്റെ കുടലെടുത്ത് ദീപിക മോൾക്ക് വീണ്ടും വെച്ച് ഇന്ന് സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. പക്ഷേ തുടർ ചികിത്സയ്ക്ക് നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ ചെലവഴിച്ച പണം മുഴുവൻ പാഴാകും. മറ്റേ ഇവര് പറഞ്ഞതുപോലെ മക്കളെ കാണാൻ കഴിയാതെ, അതല്ലെങ്കിൽ ഈ പറയുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് സ്വപ്നം കണ്ട ഈ സഹോദരിക്ക് ഒരു പക്ഷേ ആ സ്വപ്നം അത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. കാരണം നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇവർക്ക് 50 ലക്ഷം രൂപ അത് സമാഹരിച്ചു നൽകിയത്. അതിനെ തുടർന്നാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ആ സർജറി ഇവർക്ക് നടത്തിയതും ഇന്ന് ഈ ജീവനോടെ നമുക്ക് മുന്നിലുള്ളതും. ഇനി ജീവൻ നിലനിർത്താനാണ് നിങ്ങളുടെ സഹായം വേണ്ടത്. ഈ പുറത്തിട്ടിരിക്കുന്ന ഈ ഒരു കവറുണ്ടല്ലോ, ഇവരുടെ മലം പുറത്തേക്ക് വരാൻ വേണ്ടി ഇപ്പൊ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്തേക്ക് വെക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ രണ്ടാമതും ഇനി ഒരു സർജറിയുടെ ആവശ്യമുണ്ട്. ഇതിനൊക്കെയായിട്ട് വലിയ ഒരു സംഖ്യ ആവശ്യമുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ദീപിക മോളെ സഹായിക്കണം. ഇവരുടെ നേരത്തെ ചെയ്ത വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കൈവിടരുത്. കാരണം ഈ പാവങ്ങൾക്ക് ആരുമില്ല. കാരണം ഒരു തരത്തിലും സഹായിക്കാനില്ല. ഇനി കടം വാങ്ങാനുള്ളതൊക്കെ വാങ്ങി, കാരണം നമ്മൾ കൊടുത്തതും കടം വാങ്ങിയതും ഒക്കെ ചെലവഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെയാണ് നിൽക്കുന്നത്. എല്ലാവരും ഇവരെ സഹായിക്കണം. മണ്ണാർക്കാടാണ് ഇവരുടെ വീട്. മണ്ണാർക്കാട് എവിടെയായിരുന്നു? കാഞ്ഞിരപ്പുഴയിലാണ്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിലാണ് ദീപിക മോളുടെ വീട്. ദീപിക മോളെ കെട്ടിച്ചു കൊടുത്തത് ആലത്തൂർ ഇരട്ടക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ആദ്യം വീഡിയോ ചെയ്തത് അവിടെ നിന്നായിരുന്നു. ഇപ്പൊ അവരിവിടെ ഉണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും. ഞാനിത് പറയണ്ട കേട്ടോ. കുറെ മാവന്മാരോട് പറയണ്ട, എല്ലാവരും സഹായിക്കും കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയിട്ട്
നമുക്കൊക്കെ ശരിയാക്കണം കേട്ടോ. എല്ലാവരും കൂടി സഹായം ചെയ്ത് എന്നെ രക്ഷപ്പെടുത്താൻ 2 കുട്ടികളാണ്. ഒരുപാട് പൈസ ചെലവുണ്ട്. എല്ലാവരും എന്തെങ്കിലും സഹായിച്ച് എൻ്റെ മക്കളുടെയും ഭാര്യയും ഇതാക്കണം. നിങ്ങള് സൗദിയിൽ എവിടെയായിരുന്നു ജോലി? സൗദി ദമാമിലായിരുന്നു. ദമാമിൽ എന്തായിരുന്നു? ക്രഷർ ഇലക്ട്രീഷന്റെ പണിയായിരുന്നു. ആണോ? ഇത് ഭാര്യക്ക് അസുഖമാണെന്ന് അപ്പൊ ഒന്നാണ് 500 റിയാൽ എനിക്ക് തന്നിട്ട് വന്നാണ്. വെറും 500 റിയാൽ കയ്യിൽ പിടിച്ചോണ്ടാണ് വന്നത്. ഇപ്പോൾ ആ പൈസ എന്റെ അടുത്ത് തന്നെ ഉണ്ട്, മാറ്റിയിട്ട് പോലും ഇല്ല. അതിൽ ടിക്കറ്റ് പോലെ എത്തില്ല. പിന്നെ അത് വേറെ ആൾക്കാർ കൂട്ടുകാരന്മാര് ടിക്കറ്റ് ഒക്കെ. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. എന്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കണം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് കരഞ്ഞ ആ അമ്മയുടെ വീട്ടിലാണ് ഇപ്പൊ ഞാനുള്ളത്. ആലത്തൂര് ഇരട്ടക്കുളത്ത് ദീപിക എന്ന് പറയുന്ന ആ അമ്മയ്ക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്.